ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അവരുടെ മൊബൈൽ ഡാറ്റ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ തീരുന്നു. അതായത് അവർ ഇപ്പോൾ യൂസ് ചെയ്ത് യൂട്യൂബ് എല്ലാം കുറച്ചു നേരം കാണുമ്പോഴേക്കും അവരുടെ മൊബൈൽ ഡാറ്റ എല്ലാം തീരുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ഡാറ്റ പ്ലാൻ എല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഡാറ്റ എല്ലാം പെട്ടെന്ന് തീരുക വഴി പിന്നീട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഒരു ബഫറിങ് അല്ലെങ്കിൽ ഇത്തരത്തിൽ റൗണ്ടിൽ കറങ്ങുക മാത്രമാണ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഒന്നും ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും കാണാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഈ ഡാറ്റ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീരുന്നതിനുള്ള കാരണം എന്താണ്, അതുപോലെ ഇത് എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാം, അതുപോലെ ഇത്തരത്തിൽ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ലോഡും അതുപോലെ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി എല്ലാം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതലായി ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആകുന്നത് നിങ്ങൾ ഇപ്പോൾ ചെറിയ പാക്കേജ് എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായി നിങ്ങൾ 1 GB ഡാറ്റ എല്ലാമാണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത് എന്ന് കരുതുക. ഇത്തരത്തിലുള്ളവർക്ക് ആ ഒരു 1 GB യൂസ് ചെയ്ത് കൂടുതൽ നേരം ഡാറ്റ എല്ലാം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുന്ന ഒരു അടിപൊളി ടിപ്പാണ് ഇപ്പോൾ പറയുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നോക്കാം. പലപ്പോഴും നമ്മുടെ വീഡിയോസ് ഇതെല്ലാം തന്നെ പ്ലേ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുന്നത് പലവിധ വീഡിയോസും യൂട്യൂബിൽ പലവിധ റെസല്യൂഷനിലെല്ലാമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പല വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ഡാറ്റ എല്ലാം സേവ് ചെയ്യാം. അപ്പോൾ ഇതിനായി ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഇവിടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ തന്നെ ചാനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. ഇത്തരത്തിൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഞാനിത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ സെറ്റിങ്സ് എന്നതിൽ പോയതിനു ശേഷം ഇവിടെ ഈക്വാളിറ്റി എന്നതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ 360p എന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ മുകളിലായി നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇത് ഏത് ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് എന്ന്. ഇവിടെ ക്വാളിറ്റി എന്നതിൽ 360p എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ പല വീഡിയോസിനും പല റെസല്യൂഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ റെസല്യൂഷൻ ഇതിൽ ചേഞ്ചസ് എല്ലാം വരുത്തുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡാറ്റ എല്ലാം സേവ് ചെയ്യാനും നല്ല രീതിയിൽ നമുക്ക് വീഡിയോസ് എല്ലാം ഇതെല്ലാം വാച്ച് ചെയ്യാനും സാധിക്കും. പലരും ഇത് കറക്റ്റായി നോക്കിയിട്ടില്ല എങ്കിൽ ചിലപ്പോഴെല്ലാം നിങ്ങൾ ഇതുപോലെ പല വീഡിയോസ് എല്ലാം ഇതെല്ലാം പ്ലേ ചെയ്യുന്നത് നല്ല ക്വാളിറ്റിയോട് കൂടിയെല്ലാം ആയിരിക്കും. അതായത് നിങ്ങൾ ഇപ്പോൾ 1080p അല്ലെങ്കിൽ 720pയിലെല്ലാമാണ് വീഡിയോസ് എല്ലാം കാണുന്നത്. അതായത് ചില വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഫോർമാറ്റിലെല്ലാം വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 1080pയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡാറ്റയെല്ലാം ഫിനിഷ് ആകും. അതായത് ഇത് ഹൈ റെസല്യൂഷൻ യൂസ് ചെയ്താണ് നമ്മൾ ഇവിടെ വീഡിയോ പ്ലേ ചെയ്യുന്നത്. അതിനാൽ തന്നെയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഡാറ്റയെല്ലാം നമുക്ക് ലോസ് ആകുന്നത്. ഇപ്പോൾ 144p എന്നത് വളരെ ലോ ക്വാളിറ്റിയാണ്. എന്നാൽ ഇതിൽ നമുക്ക് അത്രത്തോളം നല്ല ഒരു ക്ലാരിറ്റി എല്ലാം ഫീൽ ചെയ്യണമെന്നില്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 360p എന്ന് ഇടുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില വീഡിയോസിന് നിങ്ങൾക്ക് 240p അങ്ങനെ പല ഓപ്ഷൻസ് എല്ലാം ലഭിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷൻ എല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വളരെ കുറവായ ഒരു റെസല്യൂഷനോ അല്ലെങ്കിൽ വളരെ ഹൈ ആയ ഒരു റെസല്യൂഷനോ സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് മിഡിലായി ഒരു 320p അല്ലെങ്കിൽ അതിൽ താഴെയായി 240 ചില വീഡിയോസിലെല്ലാമാണ് നിങ്ങൾക്ക് ലഭിക്കുക. 200 സംതിങ് ഇത്തരത്തിലൊരു p എല്ലാം കാണിച്ച് ആ ഒരു റെസല്യൂഷൻ എല്ലാം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ നേരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി ഇവിടെ ഈ ക്വാളിറ്റി എന്നതിൽ പോയതിനു ശേഷം അഡ്വാൻസ്ഡ് എന്നതിൽ പോയി ഇപ്പോൾ നിങ്ങൾക്ക് ലോ ക്വാളിറ്റിയിലെല്ലാമാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇവിടെ 144p എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വളരെ കുറഞ്ഞ ഡാറ്റ മാത്രമാണ് നമ്മുടെ ഈ ഒരു പാക്കേജിൽ നിന്നും പോകുക. അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇനി ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത് ഇത് 144pയിലേക്കാണ് കൺവേർട്ട് ആകുന്നത്. അതിനാൽ തന്നെ 144p എന്ന് പറയുന്നത് ഈ ഒരു റെസല്യൂഷൻ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് വളരെ കുറഞ്ഞ ഡാറ്റ മതി. അപ്പോൾ ഈ 360 എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഡബിൾ കൂടുതൽ ഡാറ്റ എല്ലാം തന്നെ നമുക്ക് ഇവിടെ എടുക്കും. അതായത് 1 മണിക്കൂർ നിങ്ങൾ വീഡിയോ എല്ലാം കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ 144ൽ പോകുന്നതിനേക്കാൾ
ഇരട്ടിയിൽ കൂടുതൽ ഡാറ്റയെല്ലാം നിങ്ങൾക്ക് 360p വരുമ്പോൾ പോകും. എന്നാൽ വളരെ കുറഞ്ഞ റെസൊല്യൂഷൻ എല്ലാം നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഇതിന്റെ ക്ലാരിറ്റി എല്ലാം വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ 144p എന്നതിൽ കൂടുതലായുള്ള ഒരു റെസൊല്യൂഷൻ എല്ലാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് കാണാം. ഇപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സെറ്റിംഗ് ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലോ ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് റെസൊല്യൂഷൻ എല്ലാം കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണണമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ ഐക്കൺ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ സേവിംഗ് മോഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓൺ ചെയ്ത് വയ്ക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ഡാറ്റ സേവിംഗ് മോഡ് എന്നത് ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം റെഡ്യൂസ്ഡ് വീഡിയോ ക്വാളിറ്റി, റെഡ്യൂസ്ഡ് ഡൗൺലോഡ് ക്വാളിറ്റി, റെഡ്യൂസ്ഡ് സ്മാർട്ട് ഡൗൺലോഡ് ക്വാളിറ്റി, ഇങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് എല്ലാം താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഇവിടെ ഈ കുറേ കാര്യങ്ങൾ റെഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഡാറ്റ എല്ലാം ഉള്ളവർക്ക് അവർക്ക് കൂടുതൽ നേരം വീഡിയോസ് എല്ലാം കാണാനെല്ലാം ഇത് സഹായിക്കും. അല്ലാതെ നിങ്ങൾ ഹൈ റെസൊല്യൂഷനിലെല്ലാമാണ് വീഡിയോ പ്ലേ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് 1 GB ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ആകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്